നമുക്ക് ബാലിന്റെയും ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനുമുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ഇന്ന് അലീനയുടെ മനുഷ്യങ്ങളുടെയും വിശേഷങ്ങളൊന്നുമില്ല. ആ സമയത്തും കൂടെ ബാലിന്റെയും ഗോമതിയുടെയും വിശേഷങ്ങളെ നമ്മൾ കാണാൻ പോകുന്നു കേട്ടോ. ഇന്ന് മെഗാ വിശേഷം തന്നെയാണ്. അങ്ങനെ ഇന്നത്തെ കഥയെ നമ്മൾ കാണുന്ന ഒടുവില് ബാലൻ ഗോമതിയോടും അനുമോളോടും എല്ലാവരോടുമായിട്ട് പറഞ്ഞു, അതെ ഈ കൊലപാതകം ചെയ്ത ഞാനാണ് അവന്റെ തലക്കടിച്ച് അങ്ങനെ വന്നാ മതി എന്ന് പറഞ്ഞു. പോലീസുകാരോട് ഞാൻ അങ്ങനെ തന്നെ പറയാൻ പോന്നെ. അപ്പോഴേക്കും ഗോമതി പറഞ്ഞു, അത് വേണ്ട ബാലേട്ടാന്ന് പറഞ്ഞു. വേണ്ടാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അനുമോളുടെ ജീവിതം തന്നെ തകർത്ത് കളയും. അല്ലെങ്കിൽ അവൻ ഇവിടെ എന്തിനാ കയറിയെന്നൊരു ചോദ്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ അനുമോൾക്ക് ഒരു ജീവിതം ഉണ്ടായിരിക്കുമോ? ബാലേട്ട, ഞാൻ പറയുന്ന അങ്ങോട്ട് അനുസരിച്ചാൽ മതി എന്ന് പറഞ്ഞു. ആ സമയം വല്ലാത്ത ടെൻഷനില് ആനന്ദ് ഹോസ്പിറ്റലിൽ ഇരിക്കണേ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഡോക്ടർ എല്ലാവരും ഇങ്ങോട്ട് വരുവാണ്. അപ്പോഴേക്കും ആനന്ദ് എന്നിട്ട് ചോദിച്ചു, ഡോക്ടറെ എന്റെ കുഞ്ഞിന് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. അത് കേട്ടിപ്പോ ഡോക്ടർ എന്തായതെന്നുള്ള അർത്ഥത്തിൽ നോക്കണം. അപ്പോഴേക്കും നേഴ്സ് പറഞ്ഞു, ശ്രീദേവിയുടെ ഹസ്ബൻഡാന്ന് പറഞ്ഞു. അത് കേട്ടിപ്പോ ഡോക്ടർ പറഞ്ഞു, ഞങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുവോ, ഒന്നും പറയാറായിട്ടില്ല. ബ്ലീഡിങ് എതിരായിട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല ശ്രീദേവിയുടെ. അപ്പൊ അതിനെ കുറിച്ച് പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും കുഞ്ഞിനെ കുറിച്ച് ഡീറ്റെയിൽസ് അത് അൺസ്റ്റേബിൾ ആന്ന് പറയണം. അത് കേട്ടപ്പോ ആനന്ദൊന്നും ഞെട്ടി. പിന്നീട് പറഞ്ഞു, നിങ്ങൾ സമാധാനമായിട്ടിരിക്കുക. അല്ല ഡോക്ടറെ, എന്റെ കുഞ്ഞ് രക്ഷപ്പെടുമല്ലോ അല്ലേ? എന്റെ കുഞ്ഞിനെ എനിക്ക് തിരികെ കിട്ടൂലോ അല്ലേ? പറഞ്ഞല്ലോ, ഇപ്പോഴത്തെ ദേവിയുടെ കണ്ടീഷൻ വെച്ച് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. കുഞ്ഞിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു ഉറപ്പും പറയാൻ പറ്റില്ല. കുഞ്ഞിനെ കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ സംശയം ഉണ്ടെന്ന് പറഞ്ഞു. നിങ്ങളൊന്ന് സമാധാനമായിട്ടിരിക്കുക. പിന്നെ ഒരു കൺസെന്റ് ഫോം സൈൻ ചെയ്ത് തരേണ്ടതുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അതിന്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പം ആനന്ദ് വല്ലാതെ തകർന്നുപോയി. ആനന്ദ് വല്ലാത്തൊരവസ്ഥയിൽ ഇരിക്കുകയാണ്. പിന്നീട് ആനന്ദ് ആ കുഞ്ഞുടുപ്പുകളൊക്കെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവിടെ ഇരുന്ന് പൊട്ടിക്കരയുക. ആനന്ദിനെ സംബന്ധിച്ചിടത്തോളം ആ കുഞ്ഞെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് പ്രാധാന്യമുള്ളതായിരുന്നു. അതുകൊണ്ടാണല്ലോ കുഞ്ഞിന് വേണ്ടി നേരത്തെ കുഞ്ഞുടുപ്പുകളും തൊട്ടിലും ഒക്കെ വാങ്ങി വെച്ചത് പോലും. പക്ഷെ ഇങ്ങനെയൊരു പ്രതിസന്ധി അതൊരിക്കലും ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. ഇതേ സമയത്ത് ബാലൻ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കാൻ തുടങ്ങുവാണ്. അപ്പോഴേക്കും ഗോമതി പറഞ്ഞു, വേണ്ട ബാലേട്ടാന്ന് പറഞ്ഞു. പക്ഷെ ബാലൻ സമ്മതിച്ചില്ല. ബാലൻ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും സ്റ്റേഷനിൽ പറഞ്ഞു, ആ രാമപുരം പോലീസ് സ്റ്റേഷനിൽ ആരാന്നൊക്കെ ചോദിച്ചു. അതെ, ഞാൻ ബാലൻ. എനിക്ക് ടൗണിലൊരു കടയുണ്ട്, ഗോമതി സ്റ്റോഴ്സ് നടത്തുക ഞാൻ എന്നൊക്കെ പറയണം. ആ സമയത്താണ് ഗോമതിയെ കാഴ്ച കാണുന്നത്. അലോകിന്റെ കൈ പതുക്കെ അനങ്ങുന്നു. പിന്നീട് ബാലൻ പറഞ്ഞു, അത് പിന്നെ സാറേ ഞാൻ വിളിച്ചത്. അപ്പോഴേക്കും ഗോമതി ബാലേട്ടാന്ന് പറഞ്ഞ് ബാലനെ കുലുക്കി വിളിക്കണം. ബാലൻ പറഞ്ഞു, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ബാലേട്ടാ നോക്കാൻ പറഞ്ഞു. നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും അലോകിന്റെ കൈ അനങ്ങുന്നു. പെട്ടെന്ന് ബാലൻ കോള് കട്ട് ചെയ്തു. എന്നിട്ട് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അലോക് ഇങ്ങനെ കണ്ണു തുറന്നിട്ട് ചുറ്റും നോക്കി. പിന്നീട് പതുക്കെ അവിടെ നിന്ന് എഴുന്നേറ്റ് ഇങ്ങോട്ട് വരുവാണ്. ആ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഗോമതി, സുകന്യയും എല്ലാവരും ഒരു നിമിഷം ഞെട്ടിപ്പോയി. അവർക്കൊരു സന്തോഷം തോന്നി. അലോകിനൊന്നും സംഭവിച്ചില്ലല്ലോ, അവൻ മരിച്ചില്ലോ എന്നൊരു ചിന്ത. പിന്നീട് ബാലൻ അങ്ങോട്ട് പാഞ്ഞു തന്നു. അവനെ തൂക്കിയെടുത്തിട്ട് അവന്റെ കർണം തീർത്ത് പൊട്ടിക്കുവാണ്. സത്യം പറയടാ, നീ ആര് വിളിച്ചിട്ട് എങ്ങോട്ട് കേറിയെന്ന് ചോദിച്ചു. ആനസറി സുകന്യം ഞെട്ടിപ്പോയി. പരസ്പരം നോക്കുവാണ്. നിന്നോടാ ചോദിച്ചേ, ആര് പറഞ്ഞിട്ടാ നീ ഇങ്ങോട്ടേക്ക് വന്നേന്ന്. താലങ്ങാൻ വിലങ്ങും അവനെ അടിക്കുവാണ്. അപ്പോഴേക്കും ഗോമതി വന്നിട്ട് പറഞ്ഞു, ബാലേട്ടാ, ദേ ബാലേട്ടൻ ഇപ്പൊ ഒരു കൊലപാതക കുറ്റത്തിൽ നിന്ന് രക്ഷപ്പെട്ട് വന്നാലേ, അപ്പൊ പിന്നെ ബാലേട്ടൻ ഇങ്ങനെ ചോദിക്കാൻ പാടുണ്ടോ? അവനെ വിട്ടേക്ക് ബാലേട്ടാ, അവൻ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് വന്നവനല്ലേ. ഇപ്പം ഇതൊന്നും അല്ല നമുക്ക് ആവശ്യം. ദേ മീനു തന്നെയുള്ളൂ ഹോസ്പിറ്റലിലേക്ക് ചെല്ലണം. അവിടെ എന്തായി എങ്ങനെയാ കാര്യങ്ങളൊന്നും അറിയത്തില്ല. നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം. അവനെ വിട്ടേക്കാൻ പറഞ്ഞു. ബാലൻ പറഞ്ഞു, ഇവനെ ഞാൻ അങ്ങനെ വിടില്ല. ഇവ സത്യം പറയാതെ ഞാൻ വിടത്തില്ല. സത്യം പറയടാ, ആര് പറഞ്ഞിട്ടാടാ നീ ഇങ്ങോട്ടേക്ക് വന്നേ? നീ എന്തിനാടാ ഈ മുറി കയറിയെന്ന് ചോദിച്ചു. അനുമോളുടെ മുഖമൊക്കെ വിളറി വെളുത്തു, കണ്ണൊക്കെ നിറഞ്ഞൊഴുകി. സുകന്യക്ക് മനസ്സിലായി താനും പിടിക്കപ്പെടുമെന്നുള്ള കാര്യം. പെട്ടെന്ന് സുകന്യ പാഞ്ഞങ്ങോട്ട് വന്നു. എന്നിട്ട് പറഞ്ഞു, എടാ അലോകെ, നീ ഒരു തവണ ഗോമതി ചേച്ചിയെ കൊല്ലാൻ നോക്കി, അത് നടന്നില്ല. വീണ്ടും നീ ഗോമതി ചേച്ചിയെ കൊല്ലാൻ അല്ലേടാ ഇങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിച്ചു. ഇറങ്ങി പോടാന്ന് പറഞ്ഞു. അതൊരു സിഗ്നൽ ആയിരുന്നു അലോകിനുള്ള. അലോക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോ സുകന്യെ കണ്ണടച്ച് കാണിക്കുക, എത്രയും പെട്ടെന്ന് സ്ഥലം വിട്ടോളാനായിട്ട്. അപ്പോഴേക്കും ഗോമതി പറഞ്ഞു, അത് ശരിയാ, ഇറങ്ങി പോടാ ഇവിടെന്ന് പറഞ്ഞു. ബാലൻ പറഞ്ഞു, അങ്ങനെ അങ്ങോട്ട് പോകാൻ വരട്ടെ, സത്യം പറയിപ്പിച്ചിട്ട് ഇവനെയും വിടത്തോളന്ന് പറഞ്ഞു. ആ സമയം സുകന്യ പറഞ്ഞു, ബാലേട്ട അവൻ പോട്ടെ, അവൻ ഗോമതി ചേച്ചിയെ ഇല്ലാതാക്കാൻ വന്നവനാ. അവൻ പോട്ടെ, എന്താണെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാതെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ പോയല്ലോ. അപ്പോഴേക്കും ഗോമതി പറഞ്ഞു, എടാ ഇറങ്ങി പോടാന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ അവനെ അങ്ങ് തള്ളി വിടുവാണ്. സുകന്യക്ക് അപ്പോഴേ ഒരു സമാധാനം ആന്നേ. ആ സമയം ബാലൻ നേരെ അനുമോളുടെ നേർക്ക് തിരിഞ്ഞു. അനുമോളുടെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞൊഴുകുവാണ്. ബാലിന് മനസ്സിലായ കാര്യം എന്താന്ന്.
ബാലന്റെ മുഖത്തേക്ക് നോക്കാൻ പോലും അനുമോൾക്ക് ഭയമായിരുന്നു. കാരണം തന്റെ അച്ഛന് മനസ്സിലായെന്നുള്ള കാര്യം അനുമോൾക്ക് മനസ്സിലായി. താൻ വിളിച്ചിട്ടാണ്, അല്ലെങ്കിൽ തന്നെ കാണാനാണ് അവൻ ഇങ്ങോട്ടേക്ക് വന്നതെന്നുള്ള സത്യം. പിന്നീട് ഇരുത്തിയൊന്ന് അനുമോളുടെ അടുത്ത് നിന്നിട്ട് ബാലനിങ്ങനെ നോക്കിയിട്ട് ആ ഹാളിലേക്ക് പോയി എല്ലാം തകർന്നവനെ പോലെ ഇരിക്കുകയാണ്. അപ്പോഴേക്കും ഗോമതി അങ്ങോട്ട് ചെന്നു. ഗോമതി എന്നിട്ട് പറഞ്ഞു, ബാലേട്ടാ, ബാലേട്ടൻ ഇങ്ങനെ വിഷമിക്കാതെ. ആ സമയത്ത് ബാലൻ പറഞ്ഞു, നമ്മളെ മക്കളെ എങ്ങനെ വളർത്തിയതാ, എങ്ങനെ സ്നേഹം കൊടുത്തു വളർത്തിയതാ, എന്നിട്ട് അവർക്ക് നമ്മളെ എങ്ങനെ ചതിക്കാൻ തോന്നുന്നു ഗോമതി, ഇതൊരിക്കലും എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല, അത്രയ്ക്ക് ഞാൻ തകർന്നു പോയെന്ന് പറഞ്ഞു. ബാലേട്ടൻ സങ്കടപ്പെടലെന്നൊക്കെ പറഞ്ഞു. ആ സമയം അനുമോൾ അങ്ങോട്ടേക്ക് ഒന്ന് കേട്ടു. അനുമോൾക്കും വിഷമമായി പോയി. താൻ കാരണമാണല്ലോ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായേ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വന്നു. ഇതേ സമയത്ത് അലോക് എന്ത് ചെയ്തു? നേരെ വീട്ടിലേക്ക് കയറി ചെല്ലുവാണ്. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോ രാജശ്രീ ചോദിച്ചു, ആ നീ വന്നോ? എത്ര സമയം നിന്നെ അന്വേഷിക്കുന്നേ, നീ ഇത് എവിടെ പോയി കിടക്കുമായിരുന്നു? കമ്പനിയിൽ എന്തോ കുറെ കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ അച്ഛനൊക്കെ ആ ടെൻഷൻ അടിച്ചിരിക്കുമായിരുന്നു, നിന്നെ കാണാത്തോണ്ട്. അപ്പോഴേക്കും അച്യുതൻ അങ്ങോട്ട് വന്നിട്ട് നീ ഇത് എവിടെയായിരുന്നടാന്ന് ചോദിച്ചു. അത് പിന്നെ അച്ഛൻ ഞാന് എടാ അനന്തേട്ടൻ രാവിലെ വിട്ട് വിളിച്ചോണ്ടിരിക്കുന്ന, ഇത് എവിടെ പോയി എന്താണെന്ന് അറിയത്തില്ല, അത് ആകെപ്പാട്ട് ടെൻഷൻ അടിച്ച് ഞാനും, നിനക്ക് വല്ല ഉത്തരവാദിത്വം ഉണ്ടോന്ന് ചോദിച്ചു. അപ്പോഴേക്കും അലോക് പറഞ്ഞു, ഞാൻ ഫുട്ബോൾ മാച്ചിന് പോയതാന്ന് പറഞ്ഞു. അപ്പോഴേക്കും രാജശ്രീ ചോദിച്ചു, നിന്റെ ദേഹത്തൊക്കെ എന്താടാ പൊടി ചെളിയൊക്കെ ഉണ്ടല്ലോ, നീ എന്താ ഫുട്ബോൾ മാച്ചിന് പോയിട്ട് അവിടെ കിടന്ന് ഉരുളുമായിരുന്നു എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോ അച്ഛൻ ചോദിച്ചു, നീ എവിടെയാ മാച്ചിന് പോയത്? അതൊന്നും പറഞ്ഞ അച്ഛൻ അറിയത്തില്ല. എന്താടാ, എന്തേലും പ്രശ്നമുണ്ടോ? സത്യം പറയടാ, നിന്റെ ലക്ഷണം കണ്ടിട്ട് ഫുട്ബോൾ മാച്ചിന് പോയതാന്ന് തോന്നില്ലോ. അതെ അച്ഛാ, ഞാൻ പറഞ്ഞ സത്യ, വെറുതെ എന്റെ അടുത്ത് കള്ളത്തരം പറയണ്ട, സത്യം പറയാവുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ. ഇത് കേട്ടുകഴിഞ്ഞപ്പോ രാജശ്രീ പറഞ്ഞു, എടാ നീ എവിടെയാ മാച്ചിന് പോയത്? നിന്റെ മുഖം കണ്ട അങ്ങനെയൊന്നും തോന്നില്ലോ, നീ അങ്ങനെ മാച്ചിന് പോകാത്ത ആളാണല്ലോ. അലോക് മറുപടിയൊന്നും പറഞ്ഞില്ല. അപ്പോഴേക്കും അച്ഛനും ചെന്ന് അവന്റെ തോളത്തേക്ക് കൈവച്ചു. അപ്പോഴേക്കും ആന്നും പറഞ്ഞ് അവൻ വേദനിക്കുകയാണ്. എന്താടാ നിന്റെ തോളത്തേക്ക് എന്തു പറ്റി? കഴുത്തിന് വല്ലാത്ത വേദന. അച്ഛൻ അവിടെ പിടിച്ചു കഴിഞ്ഞപ്പോ കഴുത്ത് വേദന എടുത്തു. കഴുത്തിന് വേദനയോ? അതെങ്ങനെയാടാ കഴുത്തിന് വേദന ഉണ്ടാകുന്നേ? എന്താന്നറിയില്ല അച്ഛാ. ഞാനിന്ന് റെസ്റ്റ് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോകാൻ തുടങ്ങുമ്പോഴത്തേന് അച്യുതൻ പിടിച്ചെടുത്തിട്ട് പറഞ്ഞു, നീ സത്യം പറഞ്ഞിട്ട് പോയാൽ മതി, നിനക്ക് വേറെന്തോ സംഭവിച്ചിട്ടുണ്ട്. ഇല്ല എന്ന് പറഞ്ഞില്ലേ? എനിക്ക് വേറൊന്നും സംഭവിച്ചിട്ടില്ല. അങ്ങനെ അലോക് അകത്തേക്ക് പോയി കഴിയുമ്പോൾ രാജശ്രീയോട് അച്യുതൻ പറഞ്ഞു, അവന് വേറെന്തോ സംഭവിച്ചിട്ടുണ്ട്, അവന് പറയുന്ന മൊത്തം കള്ളവാന്ന് പറഞ്ഞു. രാജശ്രീക്കും ഭയങ്കര ബുദ്ധിമുട്ടായി. അലോക് പോയ പുറകെ രാജശ്രീ അവന്റെ അടുത്തേക്ക് അങ്ങോട്ട് ചെല്ലുവാണ്. ഈ സമയത്ത് അലോകും മുറിയിലേക്ക് വന്നു. അലോകിന് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവള് അനുശ്രീ, അവളെ താൻ വെറുതെ വിടത്തില്ല, അവളെ തന്റെ വഴുതിയെ കൊണ്ടുവരും, അവളെ ഈ വീട്ടിലേക്ക് താൻ കൊണ്ടുവരിക തന്നെ ചെയ്യും. പിന്നെ ആ മീനാക്ഷി, അവൾക്കിട്ട് താൻ പണി കൊടുക്കും, അവളാണ് ഒക്കത്തിനും കാരണം. അവളെ അങ്ങനെ വെറുതെ വിടാൻ പോകുന്നില്ല, അവള് തന്നെ അടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കണം. അത് കേട്ടോണ്ടാണ് രാജശ്രീ അങ്ങോട്ട് വരുന്നത്. രാജശ്രീ പെട്ടെന്ന് ചോദിച്ചു, എന്താടാ, എന്താ സംഭവിച്ചേ? ഒരു കാര്യം ഉറപ്പാ, നിനക്കെന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. അപ്പോഴേക്കും അലോകിന് ഭ്രാന്തായി. ഞാൻ പറഞ്ഞില്ലേ എനിക്കൊന്നും സംഭവിച്ചിട്ടില്ലെന്നോ, മര്യാദയ്ക്ക് കടന്നു പോകുന്നുണ്ടോ? നിങ്ങൾ എന്താ വീണ്ടും വീണ്ടും എന്നെ ശല്യപ്പെടുത്താൻ വന്നിരിക്കുന്നത് എന്നും പറഞ്ഞോണ്ടോ അലറുവാണ് അലോക്. ഇതുവരെയായിട്ടും അലോക് അങ്ങനെയൊന്നും രാജശ്രീയോട് പെരുമാറിയിട്ടില്ല, ആദ്യ തവണയാണ്. നീക്കെന്താ തലയിലേക്ക് കേറത്തില്ലേ? എത്ര വട്ടം പറഞ്ഞു നിങ്ങളോട് ഞാൻ ഫുട്ബോൾ മാച്ചിന് പോയതെന്ന്? വീണ്ടും വീണ്ടും ചോദ്യം ചെയ്തുകൊണ്ട് വന്നിരിക്കുന്നു, കടന്നു പോയിക്കോ, എന്റെ കൺമുന്നിൽ പോലും കണ്ടേക്കില്ലെന്ന് പറഞ്ഞു. അപ്പോഴേക്കും രാജശ്രീക്ക് ടെൻഷനായി. രാജശ്രീ കരയാൻ തുടങ്ങി. എടാ നീ ഇതെന്താ ഇങ്ങനെ? ഇന്ന് വരെ നീ എന്നോട് ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, ആദ്യമായിട്ട് എന്നോട് ദേഷ്യപ്പെടുന്നേ. എന്തോ കാരണമുണ്ട്, ആ കാരണം ദേവമംഗലംകാരുമായിട്ട് സമ്മതിക്കുന്ന ഒരു കാരണമെന്ന് എനിക്ക് മനസ്സിലായി, സത്യം പറയടാന്ന് പറഞ്ഞു. അപ്പോഴേക്കും അലോ കരയാൻ തുടങ്ങി. രാജയുടെ കൈ എടുത്തു പിടിച്ചിട്ട് കരയാണ്. അമ്മേ എന്നോട് ക്ഷമിക്കമ്മേ എന്ന് പറഞ്ഞു. എടാ നീ കാര്യം എന്താ വെച്ചാ പറ, എന്നോട് ക്ഷമിക്കമ്മേ, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. എടാ നീ സമാധാനമായിട്ടിരിക്കുക, എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടമ്മേ, എനിക്കൊന്ന് കിടക്കണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒടുവിൽ രാജശ്രീ അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് അലോക് എന്ത് ചെയ്തു, ഇങ്ങനെ ആലോചിക്കുകയാണ്. ഇതങ്ങനെ താൻ വെറുതെ വിടാൻ പോകുന്നില്ല, എല്ലാത്തിനോടും താൻ പ്രതികാരം ചെയ്യും. തന്റെ തല അടിച്ചു പൊട്ടിച്ചു. ഇനിയിപ്പൊ തനിക്കൊരു 2ാം ജന്മമാണ് ഉണ്ടാകാൻ പോകുന്നത്. അങ്ങനെ ആ ജന്മത്തില് താൻ എന്ത് ചെയ്യുന്നു തനിക്ക് പോലും അറിയത്തില്ല, മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നവനാ താന്. അപ്പൊ ഇനിയിപ്പോ ഒന്നും നോക്കാനില്ല എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു അലോകിന്റെ മനസ്സിൽ. കുറച്ച് കഴിഞ്ഞപ്പോ ബാലനും ഗോമതിയൊക്കെ അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് വരുവാണ്. റിസപ്ഷനിൽ വന്നിട്ട് ചോദിച്ചു, അല്ല ഇവിടെ ശ്രീദേവിന്ന് ഒരു പേഷ്യന്റ് അഡ്മിറ്റ് ചെയ്തിട്ടില്ലെന്ന് ചോദിച്ചു. അപ്പോഴേക്കുമാണ് ആ കാഴ്ച കാണുന്നത്. അവിടെ മീനാക്ഷി നിൽക്കുന്നുണ്ട്. അതേ ബാലേട്ട, മീൻ അവിടെ നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവരങ്ങോട്ട് ചെയ്യുന്നു. ഐസിയുന്റെ മുന്നിലായിട്ട് മീനാക്ഷി നിൽക്കുന്നുണ്ടായിരുന്നു. ചെന്നിട്ട് ചോദിച്ചു, മോളെ എങ്ങനെയുണ്ട്, ദേവിക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. അത് പിന്നെ അമ്മേ
സ്കാൻ ചെയ്യാൻ വേണ്ടി ഡോക്ടർ കയറ്റി. പിന്നീടൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. എനിക്കിപ്പൊ തന്നെ ദേവിമോളെ കാണണമെന്ന് പറഞ്ഞു. അമ്മ ഇങ്ങനെ ടെൻഷൻ ആയാലോ, അമ്മ സമാധാനമായിട്ട് ഇരിക്കുക. ആ സമയം ആനന്ദ് കുഞ്ഞോട് പൊക്കം നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവിടെ ഒരു കസേര ഇരിക്കുന്നുണ്ടായിരുന്നു. ഇതെങ്ങ് നോക്ക്, ആനന്ദാണ് ഇരിക്കുന്ന ഇരിപ്പ് കണ്ടോന്ന് ചോദിച്ചു. അപ്പോഴേക്കും ബാലൻ പറഞ്ഞു, മോളെ നമുക്ക് ദേവിനെ കാണാൻ പറ്റില്ലേന്ന് ചോദിച്ചു. ഇപ്പൊ കാണാൻ പറ്റില്ല അച്ഛാന്ന് പറഞ്ഞു. കോമതി പറഞ്ഞു, അത് പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് ദേവിമോളെ കാണണം എന്ന് പറഞ്ഞു. അമ്മേ, അമ്മ ഇങ്ങനെ കിടന്ന് ബഹളം ഉണ്ടാക്കരുത്. അമ്മ ബഹളം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആനന്ദേട്ടന്റെ അവസ്ഥ എന്താവും? ആനന്ദേട്ടൻ പോലും ആകെപ്പാടെ സമാധാനം ഇല്ലാത്ത അവസ്ഥയിലാണ് ഇരിക്കുന്നത്. നിങ്ങൾ ബഹളം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആനന്ദേട്ടൻ അതിനേക്കാളും വലിയ ഒച്ചപ്പാടിൽ ബഹളം ഉണ്ടാക്കും എന്ന് പറഞ്ഞു. അച്ഛൻ അങ്ങോട്ട് പോയി ആനന്ദേട്ടനെ ഒന്ന് സമാധാനിപ്പിക്കാൻ പറഞ്ഞു. അങ്ങനെ ബാലൻ ആനന്ദന്റെ അടുത്തേക്ക് ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മോനെ നീ വിഷമിക്കേണ്ട, ധൈര്യമായിട്ടിരിക്കുക, ദേവിക്കും കുഞ്ഞിനും ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞു. ഒന്നും സംഭവിക്കില്ലേ, എനിക്കറിയാം അച്ഛാ, എന്റെ കുഞ്ഞിനൊന്നും സംഭവിക്കില്ലോ. ഇല്ലാന്നേ. അച്ഛൻ ഇങ്ങോട്ട് നോക്കിക്കേ, ഞാൻ എന്റെ കുഞ്ഞിന് വേണ്ടിയിട്ടേ ഇതേ കുഞ്ഞുടുപ്പുകളൊക്കെ വാങ്ങിയത് അച്ഛൻ കണ്ടോ എന്നും പറഞ്ഞെന്റെ ഉടുപ്പുകളൊക്കെ കാണിക്കുകയാണ്. അത് കണ്ടുകഴിഞ്ഞപ്പോ ഗോമതിയുടെ, ശ്രീദേവിയുടെ, അല്ല ഗോമതിയുടെ, മീനാക്ഷിയുടെ, ബാലന്റെ ഒക്കെ കണ്ണ് നിറഞ്ഞു വന്നു. അച്ഛാ, ഇതേ ഗോഡവണിന്ന് ഞാൻ പുതിയത് എടുത്തോണ്ട് വന്ന കാരണം ഉണ്ടല്ലോ, ഇപ്പോഴത്തെ പുതിയ മോഡലാന്ന് അവര് പറഞ്ഞത്. എന്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് പുതിയ മോഡൽ വേണമല്ലോ, അതിന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ കുഞ്ഞിനൊന്നും സംഭവിക്കാൻ പോയില്ല. പിന്നീട് ഗോമതിയെ കൊണ്ടുവന്ന് ആ ഉടുപ്പ് കാണിച്ചിട്ട് ചോദിച്ചു, അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലേന്ന് ചോദിച്ചു. അപ്പോഴേക്കും ഗോമതി കരയുവാണ്. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലല്ലേ, എന്നാ സാരമില്ല, അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട് നമുക്ക് വേറെ വാങ്ങാന്നേ, അമ്മ സങ്കടപ്പെടണം വേണ്ടാന്ന് പറഞ്ഞു. അപ്പോഴേക്കും ബാലൻ വന്നിട്ട് ആനന്ദിനെ അവിടെ പിടിച്ചോണ്ടിരുത്തുവാണ്. മോൻ ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും ബാലൻ പറഞ്ഞു, മോനെ അവർക്കൊന്നും സംഭവിക്കില്ല. സംഭവിക്കില്ല എന്ന് എനിക്കറിയിച്ചാ, അച്ഛൻ എന്തിനാ സങ്കടപ്പെടുന്നേ? ദേവിക്കും കുഞ്ഞിനും ഒന്നും സംഭവിക്കില്ല, പിന്നെ ഇത്ര വിഷമിക്കേണ്ട കാര്യമുണ്ടോ? അച്ഛൻ ധൈര്യമായിട്ടിരിക്കാനൊക്കെ പറഞ്ഞിട്ട് ആനന്ദ് ബാലിനെ സമാധാനിപ്പിക്കുകയാണ്. ഇതേ സമയത്ത് മീനാക്ഷി പറഞ്ഞു, അമ്മേ, ആനന്ദേട്ടൻ വന്നപ്പോൾ മുതൽ ഇങ്ങനെ തന്നെയായിരുന്നു. ആനന്ദേട്ടനെ ഒന്ന് സമാധാനിപ്പിക്കാനായിട്ട് ഞാൻ എത്രമാത്രം പെടാപ്പാട് പെട്ടെന്നറിയാം. ഒരു വിധത്തിൽ ഞാൻ അവിടെ നിന്ന് അടക്കിയിരുത്തിയേക്കുമായിരുന്നു. എത്ര പറഞ്ഞിട്ടും ആനന്ദേട്ടന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ലെന്ന് പറഞ്ഞു. അങ്ങനെ കുറെ സമയം കൂടെ കഴിഞ്ഞുപോയി. പിന്നീട് ആനന്ദ് ചാടി എഴുന്നേറ്റ് ഐസുവിന്റെ മുന്നിലേക്ക് അങ്ങോട്ട് ചെല്ലുവാണ്. അയ്യോ, ഇതുവരെയായിട്ട് ദേവിയും കുഞ്ഞും കൂടെ ഇറങ്ങിയില്ലോ, എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും ഗോമതി, മോനെ നീ ഇതെന്താ, അവിടെ പ്രൊസീജിയേഴ്സ് ഒക്കെ നടക്കുമല്ലേന്ന് ചോദിച്ചു. ബാലൻ വന്നിട്ട് പെട്ടെന്ന് ആനന്ദിനെ അങ്ങോട്ടേക്ക് മാറ്റി, ഇങ്ങോട്ട് വാ, നീ ഇവിടെ വന്നിരിക്കുക. അതെ, ഡോക്ടർ പരിശോധിച്ചുകൊണ്ടിരിക്കുമല്ലേ, നീ ഇപ്പൊ അകത്തേക്ക് കയറി പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അച്ഛാ, ഇതെന്താ ഇത്ര താമസം? എനിക്കിപ്പൊ തന്നെ ദേവിയെ കാണണമെന്ന് പറഞ്ഞു. നീ ഒന്ന് സമാധാനമായിട്ടിരിക്കുക, നിന്റെ കുഞ്ഞിനൊന്നും സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞു. അച്ഛാ, എന്നാലും ഇത്ര സമയം എന്താ, കുറെ സമയമായല്ലോ, ഡോക്ടർ വല്ലതും ഒന്ന് പറഞ്ഞോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ആനന്ദിന് സമനില വരെ തെറ്റിയിട്ടുണ്ടായിരുന്നു. തന്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കോ എന്നൊരു ഭയം ആനന്ദിന് മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആനന്ദ് ഇങ്ങനെ പിച്ചും പേയും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഡോക്ടർ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുവാണ്. ഈ സമയത്ത് ബാലനും ഗോമതി എല്ലാരും കൂടെ അങ്ങോട്ട് ചെന്നിച്ച് ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടറെ എങ്ങനെയുണ്ട്, ദേവിമോൾക്ക് എങ്ങനെയുണ്ട്? ദേവിമോൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേന്ന് ഗോമതി ചോദിച്ചു. അപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, ക്രിട്ടിക്കൽ സ്റ്റേജ് തരണം ചെയ്തിട്ടുണ്ട്, ഇനി പേടിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ലാന്ന് പറഞ്ഞു. അപ്പോഴേക്കും ബാലൻ ചോദിച്ചു, അല്ല ഡോക്ടറെ, ഇനിയിപ്പോ എന്തെങ്കിലും പ്രശ്നമൊന്നുമില്ല. അപ്പോഴേക്കും ഗോമതി ചോദിച്ചു, ഞങ്ങളുടെ മോളെ ഒന്ന് കാണാൻ പറ്റുമോന്ന് ചോദിച്ചു. പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയറിലേക്ക് ഇത്തിരി കഴിയുമ്പോഴത്തേനും മാറ്റും, ആ സമയത്ത് ബോധം വീണ് കഴിയുമ്പോൾ നിങ്ങൾക്ക് കയറി കാണാന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോ ഗോമതിക്കൊക്കെ ഒരു സന്തോഷവും സമാധാനമായി. ദേവിക്കൊന്നും ഒരു കുഴപ്പമില്ല, അപ്പൊ അതിനർത്ഥം കുഞ്ഞ് സേഫ് ആയിട്ടിരിക്കുന്നല്ലോ എന്നൊരു ചിന്തയായിരുന്നു അവരുടെയൊക്കെ മനസ്സിൽ. അപ്പൊ അവരുടെ എല്ലാവരുടെയും ചുണ്ടിലൊരു ചെറിയ ചിരി വന്നു. അത് സന്തോഷത്തിന്റെ സമാധാനത്തിന്റെ ആയിരുന്നു. പക്ഷെ അപ്പോഴേക്കും ആനന്ദ് നേരെ ഡോക്ടറെ അടുത്തേക്ക് വന്നു. ഡോക്ടറെ അടുത്ത് എന്നിട്ട് ഡോക്ടറെ, എന്റെ കുഞ്ഞിന് എങ്ങനെയുണ്ട്, എന്റെ കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊരു ചോദ്യമായിരുന്നു. ഈ ചോദ്യം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഡോക്ടർ ആനന്ദിനെ ഒന്ന് നോക്കി. പിന്നീട് പറഞ്ഞു, അത് പിന്നെ കുഞ്ഞിനെ രക്ഷിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല എന്ന് പറഞ്ഞു, കുഞ്ഞ് അബോർട്ടായെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോ ആനന്ദിന്റെ കയ്യിലിരുന്ന് ആ കുഞ്ഞുടുപ്പെല്ലാം കൂടെ താഴേക്ക് പോയി. ഒരു നിമിഷം ആനന്ദിന് തരം നഷ്ടപ്പെട്ടൊരവസ്ഥയായിരുന്നു. ആനന്ദ് ആകെപ്പാടെ തളർന്നുപോയി, ഒറ്റൊരു കരച്ചിലായിരുന്നു. അതുപോലെ തന്നെ ഗോമതി എല്ലാരും കൂടെ. ബാലനാണ് ആകെപ്പാടെ പണിപ്പെട്ടു. ആനന്ദിനെ ഒന്ന് അവിടെ കൊണ്ട് പിടിച്ചോണ്ട് ഇരുത്താനായിട്ട് ആനന്ദ് തളർന്നു പോയിട്ടുണ്ടായിരുന്നു. തളർന്ന് ബാലന്റെ നെഞ്ചിലേക്ക് വീഴുവാണ്. ആനന്ദിനെ ചേർത്ത് പിടിച്ചു ബാലന്. അതോടൊപ്പം തന്നെ ഗോമതിയൊക്കെ ഒന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക. ഗോമതിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു, എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു, എല്ലാം ഒരു നിമിഷം കൊണ്ട് തകർന്നു പോയില്ലേ. ആ സമയത്ത് അകത്ത്
ശ്രീദേവിക്ക് പതുക്കെ ബോധം വീടു. അങ്ങനെ ശ്രീദേവി ബോധം വീണഞ്ഞു ചുറ്റും നോക്കണം. ഇതെവിടെ എന്താന്ന് മനസ്സിലായില്ല. അപ്പോഴേക്കും നേഴ്സിനോട് ചോദിച്ചു, ഞാനിത് എവിടെയെന്ന് ചോദിച്ചു. അതെ, ഹോസ്പിറ്റലാന്ന് പറഞ്ഞു. പിന്നീട് ശ്രീദേവി തന്റെ വയറ്റിലേക്ക് പതുക്കെ കൈവച്ച് നോക്കി. ശ്രീദേവിക്ക് എന്തോ ഒരു അപകടം എടുത്തു. ശ്രീദേവി ചാടി എഴുന്നേൽക്കണം ആ കിടന്ന കിടപ്പിന്ന്. അതെ, എന്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചെന്ന് ചോദിച്ചു. കുഞ്ഞിനൊന്നും സംഭവിച്ചിട്ടില്ല, നിങ്ങളവിടെ കിടക്കാൻ പറഞ്ഞു. അല്ല, എന്റെ വയറ്റിലൊരു ഭാരമില്ലാത്ത പോലെ, എന്റെ വയറ്റിൽ എന്തോ പോയതുപോലെ എനിക്കൊരു ഫീൽ തോന്നുന്നുണ്ട്. എന്റെ കുഞ്ഞിന് എന്തോ സംഭവിച്ചു. എന്താ സത്യം പറയാനും പറഞ്ഞ് ചാടി എഴുന്നേക്കുവാണ്. നിങ്ങളോടല്ലേ കിടക്കാൻ പറഞ്ഞ്, ഈ സമയത്ത് നിങ്ങൾക്ക് റെസ്റ്റ് വേണം, ചാടി എഴുന്നേക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. പക്ഷെ ദേവി സമ്മതിച്ചില്ല. ദേവി ഒച്ചപ്പാടുണ്ടാക്കി. അപ്പോഴേക്കും ഡോക്ടർ അങ്ങോട്ടേക്ക് വന്നു. ഡോക്ടറും കൂടെ ചേർന്ന് ദേവി അവിടെ പിടിച്ചു കിടത്താൻ ശ്രമിച്ചു. അപ്പോഴേക്കും ദേവി പറഞ്ഞു, ഡോക്ടറെ, എന്റെ കുഞ്ഞിന് എന്താ പറ്റിയത്? സമാധാനമായിട്ട് ഇരിക്കും ദേവി, ഞാൻ പറയുന്നൊന്ന് കേൾക്കാൻ ഡോക്ടർ പറഞ്ഞു. ഡോക്ടറെ, എന്റെ കുഞ്ഞിനെ എനിക്ക് വേണം. എന്റെ വയറ്റിനൊരു ഭാരം ഇല്ലാത്ത പോലെ തോന്നുന്നുണ്ട്. എന്റെ കുഞ്ഞിന് എന്തോ സംഭവിച്ചിട്ടുണ്ട്, സത്യം പറ. ഒടുവിൽ ഡോക്ടർ പറഞ്ഞു, അതെ, ദേവിയെ ഇവിടെ കൊണ്ടുവരുന്ന സമയത്ത് നല്ല ബ്ലീഡിങ്ങും കാര്യങ്ങളായിരുന്നു. ദേവി വയറിടിച്ചല്ല വീണത്. ഇവിടെ വന്നപ്പോഴത്തേനും മിസ്കാരേജ് ആയിരുന്നു. സ്കാൻ ചെയ്തിട്ടും ഞങ്ങൾക്ക് കുഞ്ഞിനെ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ലെന്ന് പറഞ്ഞു. അത് അബോർട്ടായി പോയെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ദേവി ഒരു നിമിഷം ഒന്നും ഞെട്ടി. പിന്നീട് ഒരു അലർച്ചയായിരുന്നു, എന്റെ കുഞ്ഞെന്നും പറഞ്ഞുകൊണ്ട്. ഡോക്ടറെ, എനിക്ക് എന്റെ കുഞ്ഞിനെ വേണം എന്ന് പറഞ്ഞ് സമനില തെറ്റിയ പോലെ കിടന്ന് പെരുമാറുവാണ്. ഒരു ഭ്രാന്തിയെ പോലെ മുടിയിലൊക്കെ പിടിച്ചു വലിച്ച് വല്ലാത്തൊരു അവസ്ഥയായിരുന്നു ശ്രീദേവിക്ക്. അങ്ങനെ ഒടുവില് ദേവി വാ വിട്ട് നിലവിളിച്ചു. പിന്നീട് ദേവി അങ്ങോട്ടേക്ക് തളർന്ന് വീഴുവാണ്. പെട്ടെന്ന് തന്നെ ദേവിക്ക് സെഡേഷനുള്ള മരുന്നും കാര്യങ്ങളൊക്കെ ഡോക്ടർ കൊടുക്കുകയാണ്. കാരണം ദേവിക്ക് അത് ഒട്ടും താങ്ങാനുള്ള കപ്പാസിറ്റി ഇല്ലെന്നുള്ള കാര്യം ഡോക്ടർക്ക് മനസ്സിലായി. ഈ സമയത്ത് ആനന്ദ് പെട്ടെന്ന് ബാലന്റെ നെഞ്ചിൽ നിന്ന് ഇങ്ങനെ ഞെട്ടി എഴുന്നേറ്റിട്ട് ആ കുഞ്ഞുടുപ്പോൾ അങ്ങോട്ടേക്ക് ഇട്ടു. എന്നിട്ട് വല്ലാത്തൊരവസ്ഥയിലേക്ക് അങ്ങോട്ട് പാഞ്ഞിട്ട് ആ സൈഡിൽ ഒരു ടേബിൾ ഇട്ടുണ്ടായിരുന്നു. ആ ടേബിളില് കുറെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ തട്ടി എറിഞ്ഞിട്ട് ഭ്രാന്ത് പിടിച്ചോടെ കിടന്ന് അലറുവാണ്. അപ്പോഴേക്കും ബാലൻ വന്നിട്ട് പിടിച്ചു. എന്താ ആനന്ദേ, നീ ഒന്ന് സമാധാനമായിട്ടിരിക്കുക. അച്ഛാ, എനിക്ക് എന്റെ കുഞ്ഞിനെ വേണം. എനിക്ക് എന്റെ കുഞ്ഞില്ലാതെ പറ്റില്ല. എനിക്ക് എന്റെ കുഞ്ഞിനെ കണ്ടേ മതിയാവുള്ളൂ. അപ്പോഴേക്കും ഗോപതി പറഞ്ഞു, മോനെ, നീ ഒന്ന് സമാധാനമായിട്ടിരിക്കുക. ഇല്ല, എനിക്ക് എന്റെ കുഞ്ഞിനെ വേണമേ, എനിക്ക് എന്റെ കുഞ്ഞിനെ തരാം, അവരോട് പറ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വിധത്തില് ആനന്ദിനെ ഒന്ന് സമാധാനിപ്പിച്ച് ബാലൻ അവിടെ കൊണ്ടിരുത്തി. അപ്പോഴേക്കും ആനന്ദ് പറഞ്ഞു, ഞാൻ എന്റെ കുഞ്ഞിന് വേണ്ടി സെലക്ട് ചെയ്ത ഉടുപ്പ് അച്ഛനെ കണ്ടല്ലേ, ഏറ്റവും നല്ല ഉടുപ്പായിരുന്നു വാങ്ങിയത്. ഇനി അതിൽ കൂടുതൽ നല്ലത് മേടിക്കണമെന്നൊക്കെ ഞാൻ വിചാരിച്ചിരിക്കുമായിരുന്നു. മീനു, നീ എത്രയും പെട്ടെന്ന് തന്നെ പോലീസിനെ വിളിക്കുക. ഇവര് നമ്മുടെ കുഞ്ഞിനെ മാറ്റിയതാ, പോലീസിനെ വിളിക്കും മീനു എന്നും പറഞ്ഞുകൊണ്ട് ആനന്ദ് ഒച്ചപ്പാടുണ്ടാക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.